കൊടുത്തിട്ടുണ്ട്. കിടു ആനി വാന്നുള്ള ചാനൽ ഏട്ടൻ്റെ തള്ളിപ്പിച്ച ഏട്ടൻ്റെ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് വഴി അതിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ചാനലായിട്ട് ഇപ്പൊ ഇങ്ങനെ നാടകം കളിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നറിയോ, വയ്യ കേട്ട് ഏട്ടനെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് കിട്ടുന്നത്. അല്ലാണ്ട് എനിക്കൊരു താല്പര്യമില്ല ഇതിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിങ്ങനെ വീഡിയോ ഇടാൻ എനിക്ക് ഒരു താല്പര്യമില്ല. മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായ യുവദമ്പതികൾ സുജിൻ കൃഷ്ണയും നിത സതീശനും വേർപിരിയാനുള്ള തങ്ങളുടെ തീരുമാനം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഏറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നും തങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നും വെവ്വേറെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഇരുവരും പറഞ്ഞിരുന്നു. എന്നാൽ തങ്ങളുടെ തീരുമാനം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് ശേഷം മോശം കമന്റുകൾ നേരിടേണ്ടി വരുന്നതായി സുജിൻ കൃഷ്ണ പറയുന്നു. നിതയും മോശം കമന്റുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കാനായി ഒരു വീഡിയോയും സുജിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഫോർച്യൂണർ കാർ എടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കോണ്ടന്റാണ് തങ്ങളുടെ ഡിവോഴ്സ് എന്ന് പോലും പറഞ്ഞവർ ഉണ്ടെന്നും അതിനാൽ പുതിയ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുകയാണെന്നും സുജിൻ കൃഷ്ണ പറയുന്നു. ഇതിനു മുൻപ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് പ്രാങ്ക് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ശരിക്കുമുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേർ കമന്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് വേർപിരിയാൻ തീരുമാനിച്ചത്. ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു എന്നൊക്കെ. അതിലേക്കൊന്നും പോകാതെ ഞങ്ങൾ എടുത്ത തീരുമാനമാണ് അത്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് അറിയപ്പെടുന്ന ആളുകളായതുകൊണ്ട് അത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. ആ തീരുമാനം കോണ്ടന്റ് ആക്കാനോ വീഡിയോ ആക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ല. ഓരോ പോസ്റ്റുകൾ ഇട്ടു എന്നേ ഉള്ളൂ. പക്ഷേ ആ പോസ്റ്റുകൾ വെച്ച് ഒരുപാട് പേർ വീഡിയോകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പലരും അവളെ മോശക്കാരിയായിട്ടും വീഡിയോകൾ ഇടുന്നത് കണ്ടു. അത് ശരിയല്ല. മുൻപ് ഒരു വീഡിയോയിൽ ഒരു തംബ്നെയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റായിരുന്നു. ഇനി കുറെ ആളുകൾ വന്നിട്ട് പറയും അവൻ കോണ്ടന്റിനു വേണ്ടി ഓരോന്ന് ചെയ്യുകയാണെന്ന്. ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെയെന്ന്. അത്രയും തരം താണ പരിപാടി ഞാൻ ഒരിക്കലും ചെയ്യില്ല. പൊന്നൂസിനെ മോശമായി പറയുന്നത് ചിലർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ. വേർപിരിയൽ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നില്ല. 3-4 മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത്. ഞങ്ങൾക്കിടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ശത്രുക്കളല്ല. എനിക്കറിയാം ഈ വീഡിയോ പോലും റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണെന്ന്. സത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. ഇനി ഇതിനെപ്പറ്റി ആരും വേറെ വീഡിയോസ് ഒന്നും ഇടരുത്. ഞങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ചുള്ള അവസാന വീഡിയോയാണ് ഇത്. ഇനി ഈ വിഷയത്തിൽ ഞാൻ യൂട്യൂബിൽ സംസാരിക്കില്ല. പിന്നെ ഞാൻ ഈ യൂട്യൂബിന്റെ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നുണ്ട്. കാരണം കമന്റ് ബോക്സിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാരെ ഓരോന്ന് പറഞ്ഞ് പുളകം കൊള്ളുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെയൊരു പുളകം കിട്ടണ്ട എന്നും സുജിൻ പുതിയ തന്റെ വീഡിയോയിൽ പറയുന്നു.